Hello guys, എല്ലാവർക്കും വെൽക്കം ടു ദ ലേറ്റസ്റ്റ് കണ്ടന്റ് ഇൻ ദി ചാനൽ ഡൊമൈൻ എക്സ്പാൻഷൻ ഭാരതോഷം ഷോ എപ്പിസോഡ് 10. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജെ ആയിട്ട് കൊളാബ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. എന്റെ പൂച്ചയുടെ പ്രീസെറ്റ് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയി. അത് ഫസ്റ്റ് തൊട്ട് ആനിമേറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. അൺബോക്സിംഗ് കൊണ്ട് ചാനൽ കയറി നോക്കിയോ പെട്ടെന്ന് കപ്പിൾ വ്ളോഗിംഗ് ഒക്കെ. ഡ്യൂഡിന്റെ കല്യാണം കഴിഞ്ഞില്ലേ ഗൈസ്? അറിയില്ല, ആരും പറഞ്ഞില്ല. നിക്കാഹ് സ്പെഷ്യൽ വീഡിയോ ആദ്യമായി അവളെ കണ്ടപ്പോൾ അൺബോക്സിംഗ്. ഇനി ശരിക്കും അൺബോക്സിംഗ് ഉണ്ടാവുക ഗൈസ്. ഫസ്റ്റ് നൈറ്റ് റൂം അപ്ഡേറ്റ് വീഡിയോ അൺബോക്സിംഗ്. ഡ്യൂഡ് ഒരു സജഷൻ ഉണ്ട്. ഇങ്ങനെ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ തമിഴിൽ കൊടുക്കുമ്പോൾ അതിൽ അൺബോക്സിംഗ് എന്നുള്ള വേർഡ് മാറ്റുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ആളുകൾ തെറ്റിയായിരിക്കില്ലേ. ഞങ്ങളുടെ നിക്കാഹിന് സംഭവിച്ചത് തകർന്നു നിൽക്കുന്ന ചുവന്ന ഹൃദയം. അൺബോക്സിംഗ്. നിക്കാഹിന് അൺബോക്സിംഗ് എല്ലാവരും ചെയ്യുന്ന ഗിഫ്റ്റ് 4 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹർ പ്രകാരം താങ്കൾക്ക് ഹലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. എന്തോന്നാണ് ഇത്? പോത്ത് കച്ചവടമാണ് നടക്കുന്നത് ഇവിടെ. അപ്പൊ നാളെ ഡിവോഴ്സ് ആയി കഴിഞ്ഞു പറഞ്ഞാൽ 4 ലക്ഷം രൂപ തിരിച്ചു വാങ്ങുമോ? പ്ലസ് 12% ഇൻട്രസ്റ്റ്, 8% GST. പണ്ടത്തെ യൂട്യൂബ് എത്ര നല്ല പ്ലാറ്റ്ഫോം ആയിരുന്നു. വല്ല സിനിമ പാട്ടോ വല്ല തുള്ളു സീനോ അല്ലെങ്കിൽ വല്ല M4ടെക്കിന്റെ വീഡിയോസോ കണ്ടിട്ട് യൂട്യൂബ് ഫുള്ളും പീസ്ഫുൾ ആയിരുന്നു. ഈ ഫാമിലി വ്ളോഗേഴ്സ് യൂട്യൂബിൽ കാല് വെച്ചോ ആഴ്ചയിൽ ഓരോ കോൺട്രവേഴ്സീസ് കാരണമല്ലേ ഇവര് ഫേമസ് ആയത്. ഇവര് ഫേമസ് ആയത് കൊണ്ടാണ് ഇവർ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് മണി. ഒരു സൈഡ് കോൺട്രവേഴ്സീസ്, ഒരു സൈഡ് ഇന്റർവ്യൂ. നിങ്ങൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊന്നും വീഡിയോ അപ്ലോഡ് ചെയ്യില്ല ഫേസ് കാണിച്ച്. എങ്ങാനും അതങ്ങ് വൈറലായി ഒരു 50K വ്യൂസ് കിട്ടിക്കാൻ നാളെ ഈ സാധനം നിങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് വിളിച്ചോണ്ട് കോണിംഗ് ബെല്ലടിക്കും. പണ്ട് ടിക്ടോക്കിൽ കുറെ പേര് വീഡിയോ ചെയ്യുന്ന നിർത്തിയിട്ട് പോയിന്റ് അർജു റോസ്റ്റ് എന്ന് പറഞ്ഞു. ചരിത്രം ആവർത്തിക്കുന്നത് ഗൈസ്. ഇപ്പൊ എല്ലാവർക്കും വൈറലാവാൻ പേടിയാണ്. നാളെ ഈ ചേച്ചി വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങളൊരു പെൺകുട്ടിയാണ് വിചാരിക്കുക. നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്നത് ഒരു സിനിമയിൽ ആക്ട്രസ് ആവണം. നിങ്ങൾ രാവും പകലും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിച്ച് നിങ്ങൾ പൈസ ഉണ്ടാക്കി ചെന്നൈയിൽ പോയി അഭിനയം പഠിക്കാൻ വേണ്ടിയിട്ട്, എന്നിട്ട് അവിടെ 2-3 കൊല്ലം കുത്തിയിരുന്ന അഭിനയമൊക്കെ പഠിച്ച് ആൻഡ് ഫൈനലി നിങ്ങൾ ഒരുപാട് വർഷം ട്രൈ ചെയ്ത് കുറെ ചാൻസ് റിജക്ട് ചെയ്ത് അവസാനം നിങ്ങൾക്ക് ഫൈനലി ഒരു സിനിമയിൽ ചാൻസ് കിട്ടി. ആൻഡ് ആ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ ഇന്റർവ്യൂക്ക് പോയപ്പോൾ അവിടെ ഇന്റർവ്യൂ ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: സിനിമയില് അവസരം കിട്ടുന്നത് കിടന്നു കൊടുത്തിട്ടാണോ? എന്നോട് തന്നെ ചോദിച്ചേ. അല്ല ഹന, അങ്ങനെയാണോ സിനിമയിൽ കയറിയത്? അല്ല, ഞാനിത് ചോദിക്കാൻ കാരണം വേറൊന്നുമല്ല. ഞാൻ ഇത്രയും നേരം ഹനയോട് ചോദിക്കുമ്പോ അഷ്കറാണ് ഫീലോട് പറയുന്നത്. ഹനയ്ക്ക് അത്ര ഫീൽ ഒന്നുമില്ല. അപ്പം ഒബ്വിയസ്ലി കിടന്നു കൊടുത്തിട്ട് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞേ ഹന അങ്ങനെ ചെയ്തിട്ടായിരിക്കും ഹനക്ക് ഫീലിങ്സ് ഇല്ലാത്തതെന്ന്. പറയാൻ പാടില്ലേ? ഞാൻ കടന്നു കൊടുത്തിട്ടല്ലേ. ഞാൻ ഗൈസ്, ഇതാണ് ഇപ്പോൾ ഇന്റർവ്യൂക്ക് പോയുള്ള അവസ്ഥ. ഇതുകൊണ്ടാണ് ഞാനൊക്കെ ഇന്റർവ്യൂക്ക് പോകാത്തത്. അല്ലാണ്ട് വിളിക്കാണ്ടല്ലോ. ഇപ്പത്തെ ഇന്റർവ്യൂവിൽ പോണതിനൊക്കെ നല്ലത് ബിഗ് ബോസിൽ പോകണമെന്നാണ്. എപ്പോഴെങ്കിലും മുട്ടിയ വാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ? ഗൈസ്, ഇവന്റെ ബോഡി ഇവൻ fear.exe ഡിലീറ്റ് ചെയ്തു തോന്നുന്നു. ഭഗവാൻ സേ ഡറോ ബോസ് ഡികെ. ആദ്യം വൈറലായ വീഡിയോ നമ്മളൊന്ന് പങ്കുവെക്കാം. തീർച്ചയായിട്ടും. കാണിച്ച് ജീവിക്കുന്നു, ജീവിച്ച് കാണിക്കുന്നല്ലേ? എന്താണ് ഇവന്റെ കുഴപ്പം? എന്താ ഇന്റർവ്യൂക്കൊക്കെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് ആ കൊച്ചു എത്ര ഹാപ്പി ആയിട്ട് വന്നിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ ആ കൊച്ചു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ടാ പോയത്. ഇവന്റെ കൂടെ ഇന്റർവ്യൂ എടുക്കുന്നത് ശരിക്കും ആളുകൾക്ക് ഒരു ട്രോമയാണ്. ഞാൻ ഇവരും കൂടിയിട്ടാണ് ഇന്റർവ്യൂ എടുക്കണമെന്ന് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ തല്ലിച്ചാവും, അല്ലെങ്കിൽ ഞാൻ സൂസൈഡ്. ഗൈസ്, ഇവന്റെ ഒരു ഫീമെയിൽ വേർഷൻ ഉണ്ട്, അതിന് ഞാൻ കാണിച്ചത്. നിമിഷ ഇതുപോലുള്ള ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. നിമിഷ എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുന്നു. നിമിഷ തെറിവിളി കേൾക്കുന്നു. നിങ്ങളൊരു കല്യാണം കഴിച്ച സ്ത്രീയാണ്. നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെ ഇതിലേക്ക് വലിച്ചഴിക്കാൻ നിങ്ങൾക്ക് നാണമില്ല? ദേഷ്യം ഞാൻ മോന്തയടിക്കാൻ പൊളിക്കും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചിട്ട് വന്നിട്ട് മേലാക്കി ഈ പിടിച്ചോണ്ടല്ലോ. A few minutes later. ചേട്ടാ, ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ആരുടെ ഈ ലോല ഹൃദയമുള്ള പെൺകുട്ടി എനിക്ക് ഇന്റർവ്യൂ ആയിട്ട് വിളിച്ചു. ഗൈസ്, പണ്ട് ടിക്ടോക്കുള്ള സമയത്ത് എല്ലോളം തൊളി പാട്ടും കേട്ടിട്ട് കുറെ കുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സ്പീഷീസിനൊക്കെ ഫംഗ്ഷൻസ് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവുന്ന പറഞ്ഞിരിക്കുമ്പോഴാണ് അതിൽ 2 സ്പീഷീസ് സർവൈവ് ചെയ്തു. ഗൈസ്, യെസ് ഗൈസ്, ഇവർ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചവിട്ടുനാടം നടത്തി റീച്ച് ഉണ്ടാക്കുന്ന കപ്പിൾ. ജോലിക്ക് പോകാനൊന്നും താല്പര്യമില്ല. ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ കല്യാണം കഴിച്ചു. യെസ്, ദിസ് ഈസ് വുമൺ എംപവർമെന്റ് അറ്റ് ഇറ്റ്സ് പീക്ക്. ജോലിക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടി കല്യാണം കഴിച്ച നമ്മുടെ അയൺ ലേഡി ഓഫ് കേരള. പിന്നെ തൊട്ട് ഇവനെ ഞാൻ ജോലിക്ക് വിടത്തില്ല. അപ്പൊ എങ്ങനെ ജീവിക്കും? അത് ഇവൻ പറഞ്ഞ സ്നേഹം കൊണ്ട് ജീവിക്കാം. സ്നേഹം കൊണ്ട് വയറ് കുറെ നിറയും. എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണ്. ഓക്കെ, +2 കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ?
ആഗ്രഹമില്ല. ബ്രോ ലവ് മാരേജ് ഈസ് ആൾസോ സ്കേറി. ജീവിതത്തിൽ ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ സിംഗിൾ ആയിട്ട് ഇരിക്കുന്നതിൽ ഹാപ്പി ആവുന്നത് ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോഴാണ്. ഗൈസ് നമ്മുടെ ശശാമണ്ണൻ വീണ്ടും എയറിൽ കയറി. മനുഷ്യന് എത്രാമത്തെ വട്ടമാണ് എയറിൽ കയറുന്നത്. കഥ തുടങ്ങുന്നത് മോട്ടിവേഷൻ മൂക്കുത്തി എന്ന് പറഞ്ഞ ഇൻഫ്ലുവൻസറിന് ശശാമണ്ണൻ റിയാക്ട് ചെയ്തു ഗൈസ്. പുള്ളിക്കാരന്റെ വീഡിയോസ് ഒക്കെ നൈസാണ് ഗൈസ്. പുള്ളിക്കാരൻ തെറി പറഞ്ഞ മോട്ടിവേറ്റ്. അങ്ങനെ ശശാമണ്ണൻ ചുമ്മാ ഒരു ഫണ്ണായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. അവനാണെങ്കിൽ ശശാമണ്ണനെ പണ്ടാൻ കിട്ടിയ ചാൻസ് നല്ലോണം മുതലാക്കി. Ladies and gentlemen, today we are going to react Pukkulkodi Shasa. നീ ആരാണെന്ന് ചോദിച്ചാൽ 1.6 മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള നീ എവിടെയോ കിടക്കുന്ന ഫോളോവേഴ്സ് പോലും ഇല്ലാത്ത എന്റെ അക്കൗണ്ടിൽ വന്ന് എന്റെ റീല് സേവ് ചെയ്തെടുത്ത് ഡൗൺലോഡ് ആക്കി നിന്റെ സ്റ്റോറിയിൽ നീ എന്നെ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആരെന്ന് നിനക്ക് മനസ്സിലാവുന്നില്ലുള്ളൂ. ശസാമണ്ണൻ എന്ന് വിളിക്കുന്നതിന് പകരം ഇവന് അക്ഷരസ്ഫുടത തെറ്റാതെ പെണ്ണുണ്ണി അണ്ണൻ എന്ന് നമുക്ക് അഭിസംബോധന ചെയ്യാം. ഗൈസ് ഇവൻ ഇത്രയും വലിയ പൊട്ടനാണോ? ശശാമണ്ണൻ കണ്ടന്റ് ചെയ്തതിനൊക്കെയാണ് ഇവൻ പിടിച്ച് ട്രോൾ ചെയ്യുന്നത്. ആള് തന്നെ ഇല്ലാത്ത ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ആളുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തത്. നാളെ ശശാമണ്ണൻ സിനിമയിൽ കയറി ഒരു റേപ്പ് സീൻ ആക്ട് ചെയ്തെന്ന് പറഞ്ഞ ഇവൻ ശശാമണ്ണൻ പെണ്ണുപിടിയാണെന്ന് പറഞ്ഞ് നടക്കുമല്ലോ. And one more thing, bro. Yes, I agree. You have many fucking followers in your Instagram page, but you don't have enough fans. And I don't have so many fucking followers, but I have many fans because I am motivation മൂക്കുത്തി. നേരത്തെ പോയി കരടാ നീരെ. I have so many fucking fans. എനിക്ക് ചിരി വരുന്നു ഗൈസ്. ഇവരെന്തിനെ സ്വയം പാസ് അടിക്കുന്നത്? നിനക്കാണ് ഫാൻസ് കൂടുതലെന്നോ? ബ്രോ നിനക്ക് 88K ഫോളോവേഴ്സ് ഉണ്ട്, സമ്മതിച്ചു. പക്ഷെ നിനക്കായി 17 ഫോളോവേഴ്സ് ഉണ്ട് ആ മനുഷ്യന്. യു ഹാവ് മെനി ഫക്കിംഗ് ഫോളോവേഴ്സ് എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അയാളുടെ അമ്മയുടെ വീടിന് ശ്രീധരൻ കിട്ടിയതല്ലേ ഈ ഫോളോവേഴ്സ്. ആള് നിന്നെ പോലെ കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. എടാ മോനെ, നീ ഇൻസ്റ്റാഗ്രാമിൽ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യണ മുമ്പ് ആൾ ഈ ഫീൽഡിലുണ്ട്. സോ നീ ആരോടാ പറഞ്ഞത് താരത്തെ പോയി? ബൈ ദ വേ ഞാൻ ശശാമിനെ ഉറിഞ്ഞിട്ടൊന്നും അല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇതൊക്കെ കേൾക്കുക വലിയ ചൊറു വരുന്നു ഗൈസ്. OG ക്രിയേറ്റേഴ്സിനൊന്നും ഇവിടെ വരും. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്ര മതി. എനിക്ക് മതിയായി. അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.